കേരള ബിജെപിയും വലിയ ആഘോഷത്തിലാണ്. സുരേഷ് ഗോപി ഉച്ചയോടെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചേക്കുമെന്നാണ് സൂചനകൾ. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകിയേക്കും എന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചന. ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, എന്തായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വലിയ സസ്പെൻസ് ആണ് എപ്പോഴും ബിജെപി കേന്ദ്ര നേതൃത്വങ്ങൾ ഒരുക്കാറുള്ളത്. ആ സസ്പെൻസ് എന്നും ഉണ്ടാകും. അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്ന സൂചനകളൊക്കെ വരുന്നുണ്ട്. ഡൽഹിക്ക് തിരിക്കാൻ ആയോ സുരേഷ് ഗോപി? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം ഒരു കാര്യം കൂടി, കേന്ദ്രമന്ത്രി പദം എന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഹിന്റ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ വിവരങ്ങൾ? ഭവ്യ, തൃശൂരിലൂടെ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ അക്കൌണ്ട് തുറക്കാനായതിന്റെ ആവേശവും അഭിമാനവുമുണ്ട് ബിജെപിക്ക്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാതിനിധ്യം ക്യാബിനറ്റിൽ ഉണ്ടായേക്കുമെന്ന സൂചനകൾ ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി പദം തന്നെ ലഭിച്ചേക്കും, ക്യാബിനറ്റ് പദവി തന്നെ ലഭിച്ചേക്കും എന്ന തരത്തിലുള്ള സൂചനകളാണ് ബിജെപി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹം എപ്പോഴാണ് ഡൽഹിയിലേക്ക് എത്തുക, എന്താണ് അദ്ദേഹം പുറപ്പെടുന്നതിന് കാലതാമസം എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഇന്ന് പുലർച്ചെ 6 മണിക്ക് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിക്കും ആഭ്യന്തര ടെർമിനലിൽ നിന്ന് എന്ന സൂചനകളായിരുന്നു ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നത്. പുലർച്ചെ 6 മണിയോടെ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഒരു നീണ്ട നിര വിമാനത്താവളത്തിലെത്തി കാത്തു നിൽക്കുകയായിരുന്നു. 6 മണിയുടെ ഫ്ലൈറ്റിന് അദ്ദേഹം പുറപ്പെട്ടില്ല. പിന്നീട് 8:30-ക്കായിരുന്നു അടുത്ത ഫ്ലൈറ്റ് ഡൽഹിക്കുണ്ടായിരുന്നത്. ആ വിമാനത്തിലും സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ല. പിന്നീട് 8:40 കണക്ഷൻ ഫ്ലൈറ്റിന് അദ്ദേഹം എത്തുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും മാധ്യമപ്രവർത്തകർ കാത്തുനിന്നു. ആ ഫ്ലൈറ്റിലും സുരേഷ് ഗോപി പോയില്ല. ഇനി ഡൽഹിയിലേക്കുള്ള വിമാനം 12:15 തിരുവനന്തപുരത്ത് നിന്ന്. അവിടെയാണ് സൂചിപ്പിച്ചതുപോലെ ഇനി ഡൽഹിയിലേക്കുള്ള വിമാനം 12:15. പക്ഷെ ആ സമയത്ത് ഒരു സംശയം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു 11:30 കൂടിയാണ് കേന്ദ്രം നിയുക്ത മന്ത്രിമാർക്കുള്ള ചായ സൽക്കാരം ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് സൂചനകൾ ലഭിക്കുന്നത്. അങ്ങനെ ആ ചായ സൽക്കാരം 11:30-ക്കാണെങ്കിൽ സുരേഷ് ഗോപി ഇവിടുന്ന് 12:20 ഫ്ലൈറ്റിന് 12:30 ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രിപദത്തിലേക്കില്ല എന്നുള്ള സൂചനകളാണോ അത് നൽകുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ ഡാന് ലഭിച്ചിട്ടുണ്ടോ? ഭവ്യ, ഞാൻ മനസ്സിലാക്കുന്ന സൂചനകൾ അനുസരിച്ച് കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മന്ത്രിമാർക്കാണ്, കേന്ദ്രമന്ത്രിമാർക്കും അതോടൊപ്പം സഹമന്ത്രിമാർക്കുമാണ് അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇത്തരത്തിൽ ചായ സൽക്കാരം നടത്തുന്നത് എന്നാണ് സൂചന. ഒരുപക്ഷെ രാവിലെ തന്നെ രാഷ്ട്രപതിക്ക് ഈ ലിസ്റ്റ് കൈമാറുമെന്ന കാര്യം ER രാകേഷ് തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൈമാറുന്ന പട്ടികയിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടാകുമോ എന്നതാണ് നിർണായകമായിട്ടുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി കൃത്യമായി കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലേക്ക് എത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സുരേഷ് ഗോപിയെ വിളിപ്പിച്ചത് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകിയേക്കും എന്ന സൂചനകളുടെ ആക്കം കൂട്ടുന്ന ഒരു പശ്ചാത്തലവുമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ക്യാബിനറ്റിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള സൂചനകൾ ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായതും. എന്തായാലും കേരളത്തിൽ ആദ്യമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലൂടെ അക്കൌണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം അത് സുരേഷ് ഗോപിയിലൂടെ സാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്നു. മാത്രവുമല്ല, സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും ഗണ്യമായി തന്നെ അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകുന്നതിലൂടെ ഈ ക്രൈസ്തവ സഭകളുടെ അടക്കം വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ കൂടി ബിജെപി കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായി സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന കൃത്യമായ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്തായാലും ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം സുരേഷ് ഗോപിക്ക് അർഹമായ പരിഗണന തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായേക്കും എന്ന് തന്നെയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. എന്തായാലും കേരള ബിജെപിക്കും വലിയ ആഘോഷത്തിന്റെ ദിവസമാണ്. അത് മാത്രമല്ല, വി മുരളീധരൻ അടക്കമുള്ളവർ സംഘടനാ നേതൃത്വത്തിലേക്കാണോ എത്തുക, അല്ലെങ്കിൽ മന്ത്രിപദം ഉണ്ടാകുമെന്ന ചോദ്യങ്ങളടക്കം ബാക്കി നിൽക്കുന്നുണ്ട്. ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. തൃശൂരിന്റെ മാത്രം MP അല്ല, കേരളത്തിന്റെ MP ആണ് താണെന്ന് സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിയാകണോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. 2025 കേരളത്തിൽ എയിംസ് വരുമെന്നും എയിംസിന് യോഗ്യമായ സ്ഥലത്തെക്കുറിച്ച് 2016 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിച്ചിട്ടുണ്ടെന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപി ന്യൂസ് 18 പറഞ്ഞു. തൃശൂർ തെരഞ്ഞെടുത്തയച്ച് MP-മാർ പ്രവർത്തനം ചെയ്തതുമായി ഒരു തുലനം സൃഷ്ടിക്കണം. ആ തുലനം മറ്റ് 19 മണ്ഡലങ്ങളിലെയും വോട്ടർമാരുടെ മനസ്സിൽ വ്യതിചലനങ്ങൾ സൃഷ്ടിക്കണം.
അതാണ് ഞാൻ അരാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രാപ്തി അളക്കണം, പാർട്ടിയുടെ പ്രാപ്തിയല്ല. അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തികൾ സ്ഥാനാർത്ഥികളെന്ന് പേരിട്ട് വിളിക്കുമെങ്കിൽ അവരുടെ പ്രാപ്തി അളന്ന് മണ്ണിന് ഗുണം ചെയ്യുന്നവന്, അവരുടെ ജീവിതത്തിലേക്ക് ഗുണമാകുന്ന തരത്തിൽ വളർച്ച കൊണ്ടുവരുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. അതാണ് എൻ്റെ രാഷ്ട്രീയം. ഈ MP ആയതിനു ശേഷം പ്രഥമ പരിഗണനാ വിഷയം എന്താണ് സർ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തൃശ്ശൂരിന് വേണ്ടി മാത്രം ഒതുങ്ങില്ല. ഞങ്ങൾക്കറിയാതെ തൃശ്ശൂരിന്റെ മാത്രം MP ആയിരിക്കില്ല, കേരളത്തിന്റെ MP ആയിരിക്കും. ആദ്യത്തെ ശ്രമം അടുത്ത ബഡ്ജറ്റിൽ, ഇപ്പം ഒരു ബഡ്ജറ്റ് വരും, ഇന്ററിം ബഡ്ജറ്റിലേ വന്നുള്ളൂ, അതിൽ ശക്തമായി ഉന്നയിക്കും. 2025 ഫെബ്രുവരി മാസം വരുന്ന ബഡ്ജറ്റിൽ കേരളത്തിലെ എയിംസിന് യോഗ്യമായ സ്ഥലം 2016 ശ്രീ പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം ഏറ്റെടുത്ത് തരികയാണെങ്കിൽ അവിടെ എയിംസ് വരും. പുതിയ കേന്ദ്രമന്ത്രിയാണെന്നുള്ള സൂചനകളൊക്കെ അതൊക്കെ എന്റെ നേതാക്കന്മാർ പറയും. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ടുള്ള അടുത്ത ബന്ധം വലിയ തരത്തിൽ ചർച്ച ചെയ്യും. അമിത്ഷാജിയും ഇപ്പൊ നഡ്ഡാജിയും അവരെല്ലാം ചേർന്ന് പറയും. അതുവരെ ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞ എനിക്ക് 10 വകുപ്പുകളുടെയെങ്കിലും ഏകോപനം കേരളത്തിലേക്ക്, കേരളത്തിന്റെ അനിവാര്യതയായ 10 വകുപ്പുകളുടെ ഇടപെടലല്ല, പെനട്രേഷൻ ആവശ്യമുണ്ട്. ആ പെനട്രേഷൻ 10 വകുപ്പുകളിൽ നിന്ന് 5 മന്ത്രിമാർ വഴിയാണ് വരുന്നതെങ്കിൽ ആ 5 മന്ത്രിമാരെയും എനിക്കിവിടെ നിരന്തരം കൊണ്ടുവന്ന് ഈ അത്യാവശ്യകതയുടെ വലിപ്പം, ആഘാതം, അതിൻ്റെ ഭാരം എത്രയാണെന്ന് ധരിപ്പിച്ച് ഒരു 3 വർഷം കൊണ്ട് അത് തിരുത്തുമാറ് പുതിയ വ്യാഖ്യാനങ്ങൾക്ക്, വികസനത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ സിമൻറ്റും കമ്പിയും കട്ടയും കല്ലും ഒന്നുമല്ല, അതിനപ്പുറം ഒരു വികസനമുണ്ട്. അത് കൊണ്ടുവന്ന് സാധ്യമാക്കുന്നതിന് വേണ്ടുന്ന ഇടപെടൽ, അതിനൊരു കോ ആക്ടർ അല്ലെങ്കിൽ ഒരു കറ്റാലിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പരിഹസിച്ചവർക്കും വിമർശിച്ചവർക്കും ഒരു മറുപടിയല്ലേ ഈ വിജയം? അവരൊക്കെ സമാധാനമായിട്ട് ഇനി ഒരു 10-25 വർഷം കിടന്നുറങ്ങട്ടെ. സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് കണ്ടത്. പാകിസ്ഥാൻ